ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല സ്വീറ്റ് റെസിപ്പി ആയിട്ടുള്ള ഡയമണ്ട് കട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 നുള്ള് ഉപ്പും 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒരിക്കലും കൂടിപ്പോകരുത്. അതുകൊണ്ട് ഓരോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്നും കൂടി നന്നായി നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 3 ബോളുകളായിട്ട് എടുക്കാം. അതിനുശേഷം ഓരോ ബോളുകളും നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് പൊടിയൊന്ന് വെതറി കൊടുത്തിട്ട് നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിലാക്കി തന്നെ പരത്തിയെടുക്കണമെന്നൊന്നുമില്ല. നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ച് ഷേപ്പൊക്കെ മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നല്ല നൈസായി പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കത്തി വെച്ചിട്ട് ഡയമണ്ട് ഷേപ്പിലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വലുതായിട്ടോ ചെറുതായിട്ടോ ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും ഇതൊരു ഡയമണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് കുഴയ്ക്കാൻ നേരത്തെ എങ്ങാനും വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പൊടി കൂടി ചേർത്തിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുഴയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല ഷേപ്പിൽ പരത്തിയെടുക്കാനും കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഓരോന്നും പരത്തി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ തന്നെ നമുക്ക് നേരെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ആകെ ഒട്ടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള 2 ബോളുകളും ഒന്ന് പരത്തിയിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം അതും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ഏലക്കായ ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട്. ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒറ്റ നൂൽപ്പരുവാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തൊട്ട് നോക്കിയിട്ട് നോക്കുക. ഒറ്റ നൂൽപ്പരുവായിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒറ്റ നൂൽപ്പരുവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഡയമണ്ട് കട്ട്സിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഡയമണ്ട് കട്ട്സിന് ചൂടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ സിറപ്പ് നല്ല ചൂടായിട്ടിരിക്കണം. എന്നാലാണ് ഡയമണ്ട് കട്ട്സിൽ ഇത് നന്നായി പിടിക്കുള്ളൂ. പിന്നെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒഴിക്കും തോറും നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ മിക്സ് ചെയ്യുമ്പോൾ കയ്യിലേക്ക് ഷുഗർ സിറപ്പ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ഇത് സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞ് ഇത് ചൂടാറി കഴിയുമ്പോൾ ഡയമണ്ട് കട്ട്സിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ക്രിസ്റ്റൽ പോലെ സിറപ്പ് പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡയമണ്ട് കട്ട്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ടിന്നിലിട്ട് അടച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ കേടുകൂടാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.